ശ്രീജയുടെ ഹസ്ബൻഡിൻ്റെ പേര് ഹേമന്ത് എന്നാണ് ഡോക്ടർ, പെട്ടെന്ന് കവിത പറഞ്ഞു. പെട്ടെന്ന് ശ്രീജ അവളെ ഒന്ന് നോക്കി. ഹേമന്തല്ല, പ്രസാദേട്ടനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഡോക്ടറോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മിസ്സസ് ശ്രീജ ഹേമന്ത് അല്ലേ? പ്രിസ്ക്രിപ്ഷൻ പാഡിൽ അവളുടെ പേര് എഴുതിക്കൊണ്ട് ഡോക്ടർ സുഭദ്ര ചോദിച്ചു. അതെ, കവിത മറുപടി പറഞ്ഞു. എന്താ ശ്രീജയ്ക്കൊരു വിഷമം പോലെ? അവളുടെ മുഖം ശ്രദ്ധിച്ച് ഡോക്ടർ ചോദിച്ചു. ലീവ് തീർന്ന് കഴിഞ്ഞ മാസത്തിലാണ് ഹേമന്ത് പോയത്. അതിൻ്റെ വിഷമമാ ഡോക്ടർ. ഈ സമയത്ത് ഭർത്താവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരാണല്ലോ സ്ത്രീകൾ, കവിത ന്യായീകരിച്ചു. അത് ശരിയാ, മിക്ക ഗർഭിണികളും ഹസ്ബൻഡിനോടൊപ്പമാണ് എന്നെ കാണാൻ വരാറുള്ളത്. പക്ഷേ വിഷമിക്കേണ്ട, ഇപ്പോൾ ചേച്ചിയുണ്ടല്ലോ കൂട്ടിന്. ഭർത്താവ് സ്ഥലത്തില്ലാത്ത ചിലർ ഒറ്റയ്ക്കാ എന്നെ കാണാൻ വരുന്നത്. അതും കഷ്ടമല്ലേ? ശ്രീജയ്ക്ക് ചേച്ചിയുണ്ടല്ലോ, ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചു. ശ്രീജ മെല്ലെ തലക്കുലുക്കി. ഡോക്ടർ അവളുടെ വെയിറ്റ് നോക്കി, കൺപോളകൾ വിടർത്തി പരിശോധിച്ചു. ഹാർട്ട് ബീറ്റ് കണക്ക് കൂട്ടി. കുറച്ച് രക്തക്കുറവുണ്ട്, അത് ഭക്ഷണത്തിൽ കൂടി ക്രമീകരിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു കൊടുത്തു. കവിത അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. എല്ലാ മാസത്തിലും ഒരു തവണയെങ്കിലും എന്നെ വന്ന് കാണണം. അതുവരെ കഴിക്കാനുള്ള ചില ടാബ്ലറ്റ്സ് ഞാൻ തരാം. ശരി ഡോക്ടർ, കവിത പറഞ്ഞു. അടുത്ത തവണ വരുമ്പോഴേക്കും ഏതെങ്കിലും ലാബിൽ ചെന്ന് ചില ടെസ്റ്റുകൾ നടത്തണം. അതിൻ്റെ റിസൾട്ടും കൊണ്ടുവരണം. ടെസ്റ്റിൻ്റെ വിവരങ്ങൾ ഡോക്ടർ ഒരു കടലാസിൽ കുറിച്ചു കൊടുത്തു. കവിതയും ശ്രീജയും ചെന്നപ്പോൾ പ്രസാദ് കാറിൽ കാത്തിരിക്കുകയായിരുന്നു. അയാൾ ശ്രീജയെ ഒന്ന് നോക്കി, അവൾ അയാളെയും. ശ്രീജ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറി. കവിത അയാളുടെ അടുത്ത് ഫ്രണ്ട് സീറ്റിലും ഇരുന്നു. എന്ത് പറഞ്ഞു ഡോക്ടർ? കാർ ഓടിക്കുന്നതിനിടയിൽ പ്രസാദ് ചോദിച്ചു. ഇനി എല്ലാ മാസത്തിലും ഡോക്ടറെ കാണാൻ ചെല്ലണം. വിറ്റാമിൻ ടാബ്ലറ്റ് കുറിച്ച് തന്നിട്ടുണ്ട്, കവിത പറഞ്ഞു. പക്ഷേ എല്ലാ മാസത്തിലും? അയാൾ പെട്ടെന്നൊന്ന് നിർത്തി. മനസ്സിലാവാതെ കവിത അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. വീട്ടിൽ ചെന്നിട്ട് പറയാം. ശ്രീജ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ആണെന്ന് കവിതയ്ക്ക് പിടികിട്ടി. അത് കാരണം അതേക്കുറിച്ച് പിന്നെ സംസാരമുണ്ടായില്ല. ബാക്ക് സീറ്റിൽ ശ്രീജ ഒറ്റയ്ക്ക് ചിന്താമഗ്നയായി ഇരുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ കള്ളങ്ങൾ മെനയുകയാണ്. അതുതന്നെ തെറ്റാണ്. ഒടുവിൽ കവിത ചേച്ചിയും പ്രസാദേട്ടനും തമ്മിൽ തെറ്റിപ്പിരിയാതിരുന്നാൽ മതിയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ശ്രീജയോടൊപ്പം കവിത അവളുടെ മുറിയിലേക്ക് ചെന്നു. ഡോക്ടറോട് ഹേമന്തിൻ്റെ പേര് പറഞ്ഞതിൽ നിനക്ക് വിഷമമുണ്ടോ മോളെ? അവൾ ചോദിച്ചു. ഇല്ലെന്നർത്ഥത്തിൽ ശ്രീജ തലയാട്ടി. അവൻ വൃത്തികെട്ടവനാണെങ്കിലും നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ, അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. ശരിയാ, ശ്രീജ ദുർബലമായ സ്വരത്തിൽ പറഞ്ഞു. ടാബ്ലറ്റ്സ് ഞാൻ പ്രസാദേട്ടനെ കൊണ്ട് മേടിപ്പിക്കാം. കാപ്പിയോ ചായയോ മറ്റോ വേണോ നിനക്ക്? ഇപ്പോഴൊന്നും വേണ്ട ചേച്ചി. കാപ്പിയും ചായയും അധികം കുടിക്കാതിരിക്കുന്നത് നല്ലത്. ഞാൻ പാല് കാച്ചി തരാം, അത് മതി. കവിത മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ ശ്രീജയ്ക്ക് കരച്ചിൽ വന്നു. കവിത ചെന്നപ്പോൾ ബെഡ്റൂമിലായിരുന്നു പ്രസാദ്. അയാൾ ഷർട്ട് അഴിക്കുകയായിരുന്നു. എല്ലാ മാസവും ഡോക്ടറെ കാണുന്ന കാര്യം പറഞ്ഞപ്പോൾ പ്രസാദേട്ടൻ എന്തോ. കവിതേ, നമ്മളവളെ ഇവിടുന്ന് മാറ്റാൻ പോവല്ലേ? അപ്പോഴെങ്ങനെയാ എല്ലാ മാസത്തിലും സുഭദ്ര ഡോക്ടറെ? അയ്യോ, ഞാനത് മറന്നു. കുഴപ്പമില്ല, പുതിയ സ്ഥലത്തും ഹോസ്പിറ്റലിലും ഡോക്ടർമാരും കാണുമല്ലോ. പാൻസ് മാറ്റിയിട്ട് അയാളൊരു മുണ്ടെടുത്തു കൊടുത്തു. സുകുമാരി ചിറ്റയുടെ അടുത്തേക്ക് പോകുന്ന കാര്യം നീ അവളോട് പറഞ്ഞോ? ഇല്ല. അത് നന്നായി. അതെന്താ? ഉത്കണ്ഠയോടെ കവിത അയാളെ നോക്കി. ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി അങ്ങോട്ട് പോകുന്നത്. സുകുമാരി ചിറ്റയും ദാമോദരൻ ചിറ്റപ്പനും നല്ലവരാ. നമ്മൾ ആവശ്യപ്പെട്ടാൽ അവരവിടെ താമസിപ്പിക്കാൻ സമ്മതിക്കും. പക്ഷേ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലോ? അവർക്ക് എതിർപ്പ് വരുമോ? കവിത സംശയിച്ചു. പുറമെ എല്ലാവരും വലിയ സ്നേഹമൊക്കെ കാണിക്കും. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോഴേ പിന്നെന്ത് ചെയ്യും നമ്മൾ കാഞ്ഞിരംകുളത്തേക്ക് ശ്രീജയെ കൊണ്ട് പോകുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു നിർമ്മല വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. ശ്രീജയെ അവിടെ കൊണ്ടുചെന്ന് താമസിപ്പിക്കാൻ പോകുന്ന വഴി സുകുമാരി ചിറ്റയുടെ വീട്ടിൽ കയറുന്നു. സംസാരിക്കുന്ന കൂട്ടത്തിൽ ശ്രീജയുടെ കാര്യവും നമ്മൾ അവതരിപ്പിക്കുന്നു. അത് നല്ല ഐഡിയ പ്രസാദേട്ടാ. സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ ചിറ്റ ഇങ്ങോട്ട് പറയും അവളെ അവിടെ താമസിപ്പിക്കാൻ. അങ്ങനെ ചിറ്റ പറയുന്നില്ലെങ്കിൽ നമുക്ക് അവളെ ഹോസ്റ്റലിൽ കൊണ്ട് ചെന്നാക്കിയിട്ട് തിരിച്ചു വരാം. 70 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. ആഴ്ചയിലൊരിക്കൽ പോയി കാണുകയും ചെയ്യാം. പക്ഷേ എനിക്ക് അവളെ വിട്ടുപിരിയുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യ പ്രസാദേട്ടാ. എല്ലാം അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. നമ്മളതെല്ലാം സഹിക്കണം. നാളെ നീ അവളോട് ഇക്കാര്യം സംസാരിക്കേ. ആ ചർച്ച അവിടെ അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ കവിത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശ്രീജ അടുക്കളയിലേക്ക് വന്നു. അവൾ വൈകിയാണ് ഉണർന്നത്. രാവിലെ എങ്ങനെയുണ്ട്? അവളെ കണ്ട് കവിത പുഞ്ചിരിയോടെ തിരക്കി. കുഴപ്പമൊന്നുമില്ല ചേച്ചി. കവിത അവൾക്ക് ഒരു ഗ്ലാസ് കാപ്പി എടുത്തു കൊടുത്തു. പ്രസാദേട്ടനും ഞാനും കൂടി ഇതിൻ്റെ കാര്യത്തിലൊരു പ്ലാൻ ഉണ്ടാക്കി. അധിക ദിവസം നിനക്ക് ഇവിടെ ഇനി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടായാൽ. ശരിയാ ചേച്ചി. കാഞ്ഞിരംകുളത്ത് ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. നിന്നെ അവിടെ കൊണ്ടു ചെന്നാക്കാമെന്നാണ് പ്രസാദേട്ടൻ പറഞ്ഞത്. അവിടെ പരിചയമുള്ള ആരും കാണുകയില്ല. നീ സേഫായിരിക്കും. ശ്രീജ ഒന്നും മിണ്ടിയില്ല. മറ്റന്നാൾ സൺഡേ അല്ലേ, നമുക്ക് രാവിലെ പോകാം. അവൾ മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. കൊണ്ടുപോകാനുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളും സൂട്ട് കേസിലും ബാഗിലുമായി ഇന്ന് തന്നെ എടുത്തു വയ്ക്കണം.
പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെയൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, കവിത ഓർമ്മിപ്പിച്ചു. ഇനി 5-6 മാസം, അവൾ വേദനയോടെ പറഞ്ഞു. അതൊക്കെ പെട്ടെന്നങ്ങ് പോകും മോളെ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ നിന്നെ കാണാൻ വരുമല്ലോ. അവിടെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ചെന്ന് നിന്നെ ഡോക്ടറെ കാണിച്ചിട്ടേ ഞങ്ങൾ മടങ്ങൂ. എന്നാലും ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. നിനക്കൊരബദ്ധം പറ്റി, അത്രയേ ഉള്ളൂ. കവിത അവളുടെ കവിളുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റി. എന്നാലും ചേച്ചി, എന്നാലുമില്ല. നീ നാളെ കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്ത് പാക്ക് ചെയ്യ്. ശ്രീജയെ തനിച്ചു വിട്ടിട്ട് കവിത എഴുന്നേറ്റ് പോയി. അവൾ അല്പനേരം ചിന്തകളിൽ മുഴുകിയിരുന്നു. ഇന്നുകൂടിയേയുള്ളൂ ഈ വീട്ടിൽ, ഈ നാട്ടിൽ. ഇനി ജീവിതം വേറൊരു നാട്ടിലാണ്, അപരിചിതരായ ആളുകളോടൊപ്പം. ദുഃഖങ്ങളും വേദനകളും ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർക്കണം. അവൾ സൂട്ട് കേസ് എടുത്ത് ബെഡിൽ തുറന്നു വെച്ചു. എന്നിട്ട് സാരികളും ചുരിദാറുകളും മറ്റു വസ്ത്രങ്ങളും എടുത്ത് ഭംഗിയായി മടക്കി അതിൽ അടുക്കി നിറച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ മുറിയിൽ നിന്നിറങ്ങി. സ്വീകരണ മുറിയിൽ സെറ്റിയിൽ ചാരി പത്രം മടിയിൽ വെച്ച് കണ്ണുകളടച്ചിരിക്കുന്നുണ്ടായിരുന്നു പ്രസാദ്. കാൽപ്പെരുമാറ്റം കേട്ട് അയാൾ കണ്ണുകൾ തുറന്നു നോക്കി. ശ്രീജ പെട്ടെന്ന് നിന്നു. ശ്രീരാമൻ സീതയെ കാട്ടിലേക്ക് അയച്ച് ഉപേക്ഷിച്ചതുപോലെ പ്രസാദേട്ടനും എന്നെ നാടുകടത്തുകയാണ് അല്ലേ? അവൾ ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. അങ്ങനെയൊന്നും പറയരുത് നീ. നിനക്കവിടെ താമസിക്കാൻ പറ്റുമോ ശ്രീജെ? നിറവയറുമായി നിന്നെ കാണുമ്പോൾ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിനക്ക് കഴിയുമോ? എനിക്കതൊക്കെ അറിയാം പ്രസാദേട്ടാ. സങ്കടം കൊണ്ട് ചോദിച്ചു പോയതാ. ഞാൻ പോയേക്കാം. അതാ എല്ലാവർക്കും നല്ലത്. പ്രസാദേട്ട പേടിക്കണ്ട. സംഭവിച്ചതെന്താണെന്ന് ആരോടും ഞാൻ പറയത്തില്ല. അയാൾ നിസ്സഹായതയോടെ അവളെ നോക്കി. പിറ്റേന്ന് രാവിലെ പ്രസാദും കവിതയും കാറിൽ ശ്രീജയും കൊണ്ട് പുറപ്പെട്ടു. ഡിക്കിയിൽ അവളുടെ സൂട്ട് കേസും എയർ ബാഗും എടുത്തു വച്ചിരുന്നു. കാറിൻ്റെ ബാക്ക് സീറ്റിലിരുന്ന് അവൾ പുറത്തേക്ക് നോക്കി. അവസാനമായി ടൗണിലെ കാഴ്ചകൾ കണ്ടു. നടന്നുപോയ ഫുട്പാത്തുകൾ, ഷോപ്പിംഗ് ചെയ്ത കടകൾ, സിനിമ കണ്ട തിയേറ്ററുകൾ, ഹേമന്തിനോടൊപ്പം ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റുകൾ. ഇനിയൊരിക്കലും ഇങ്ങോട്ടില്ല. ഇത് അവസാന കാഴ്ച. ശ്രീജ ഒന്നും കാണാനാവാതെ കണ്ണുകളടച്ചു. 2 നീർത്തുള്ളികൾ അവളുടെ കൺകോണുകളിലേക്ക് ഊറിക്കൂടി വന്നു. 10 മണി കഴിഞ്ഞപ്പോഴേക്ക് അവർ സുകുമാരി ചിറ്റയുടെ വീട്ടിലെത്തി. ചിറ്റയും ദാമോദരൻ ചെറ്റപ്പനും അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. എന്താ പ്രസാദേ, ഒരു മുന്നറിയിപ്പുമില്ലാതെ? പോരും മുമ്പ് നിനക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ചിറ്റ പരിഭവം പ്രകടിപ്പിച്ചു. ഇവിടേക്ക് വരുന്നതിന് നേരത്തെ അനുവാദം മേടിക്കുകയൊന്നും വേണ്ടല്ലോ ചിറ്റെ. വിളിച്ചു പറഞ്ഞാൽ ചിറ്റ കഷ്ടപ്പെട്ട് ഓരോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അതുകൊണ്ടാ. കാറിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ശ്രീജയെ അപ്പോഴാണ് സുകുമാരി ചിറ്റയും ദാമോദരൻ ചിറ്റപ്പനും ശ്രദ്ധിച്ചത്. ഇതാരാ? കൗതുകത്തോടെ ചിറ്റപ്പൻ ചോദിച്ചു. എൻ്റെ ഒരു സ്നേഹിതൻ്റെ പെങ്ങളാ ചിറ്റപ്പ. ശ്രീജ സ്കൂൾ ടീച്ചറാ. 2 പേരും അവളെ ഒന്ന് നോക്കി. ലേഡീസ് ഹോസ്റ്റലിലായിരുന്നു താമസം. അവിടുത്തെ ഫുഡ് പിടിക്കാതെ വയറിന് അസുഖം വന്നപ്പോൾ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. കുറേ നാളായി ശ്രീജ ഞങ്ങളോടൊപ്പമാ താമസം, കവിത പറഞ്ഞു. അത് നന്നായി. നിനക്കൊരു കൂട്ടും സഹായവുമായല്ലോ. അകത്തേക്ക് വാ എല്ലാവരും. മുറ്റത്ത് തന്നെ നിന്ന് സംസാരിക്കാതെ. എല്ലാവരും കൂടി വീട്ടിലേക്ക് കയറി. സുകുമാരി ചിറ്റ ചായ ഉണ്ടാക്കി. കവിത ചിറ്റയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് ചെന്നു. നല്ല സൗന്ദര്യമുള്ള കുട്ടി. കല്യാണാലോചന വല്ലതുമുണ്ടോ അവൾക്ക്? ചായ ഉണ്ടാക്കുന്നിടയിൽ ചിറ്റ ചോദിച്ചു. അവളുടെ കാര്യം കഷ്ടമായി ചിറ്റെ. അതൊരു വലിയ കഥയാ, വിഷാദത്തോടെ കവിത പറഞ്ഞു. എന്തു കഥ? അറിയാൻ ചിറ്റയ്ക്ക് ആകാംക്ഷയായി. അവളെ ഞങ്ങൾ നിർമ്മല ലേഡീസ് ഹോസ്റ്റലിൽ താമസിപ്പിച്ചിട്ട് പോകാൻ വന്നതാ. അവൾ പ്രഗ്നൻ്റ് ആണ്. ചിറ്റ ഒന്ന് ഞെട്ടി. അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? അവളൊരു പയ്യനുമായി സ്നേഹത്തിലായിരുന്നു. ഞങ്ങൾക്കും അവന് ഇഷ്ടമായിരുന്നു. അവൾ ആരുമില്ലാത്തവളാ. ഞങ്ങൾ അവളുടെ കല്യാണം നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് നാടുവിട്ടു. അയ്യോ, അതെന്തിനാ? അവൻ ആളത്ര ശരിയല്ലായിരുന്നു ചിറ്റെ. അവന് വേറൊരു പെണ്ണുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. അവളെയും അവൻ വിവാഹ വാഗ്ദാനം കൊടുത്ത് ഗർഭിണിയാക്കി. അവൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് നാടുവിട്ടത്. ദുഷ്ടനാണല്ലോ അവൻ, കോപത്തോടെ ചിറ്റ പറഞ്ഞു. അബദ്ധം പറ്റിയ കാര്യം അപ്പോഴാണ് ശ്രീജയെ മനസ്സിലാക്കിയത്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞിനെ നശിപ്പിക്കാൻ അവൾ തയ്യാറല്ല. അയ്യോ, പാടില്ല. അത് കൊലപാതകമാ, ചിറ്റ ഭയത്തോടെ പറഞ്ഞു. പിന്നെ വേറെന്താ നിവൃത്തി? ഇപ്പം ആരും അറിയില്ല. പക്ഷേ 4-5 മാസം കഴിയുമ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങില്ലേ. അതുകൊണ്ടാണ് അവളെ ലീവ് എടുപ്പിച്ച് ഞങ്ങൾ നാട്ടിൽ നിന്ന് മാറ്റുന്നത്. ഹോസ്റ്റലിൽ താമസിക്കട്ടെ. പ്രസവം കഴിഞ്ഞ് വേറെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ മേടിക്കാനാണ് ഉദ്ദേശ്യം. പാവം കുട്ടി. അവർ ഒന്നിച്ചിരുന്നാണ് ചായ കുടിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ചിറ്റയുടെ കണ്ണുകൾ ശ്രീജയുടെ നേർക്ക് നീണ്ടു ചെല്ലുന്നുണ്ടായിരുന്നു. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾ അന്യരൊന്നുമല്ല. പ്രസാദിൻ്റെ ചിറ്റയും ചിറ്റപ്പനുമാ ഞങ്ങൾ, ചിറ്റ പറഞ്ഞു. മ്ലാനതയോടെ ശ്രീജ ഒന്ന് പുഞ്ചിരിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചിറ്റപ്പനെയും കൊണ്ട് അകത്തേക്ക് പോയി. ചിറ്റ എന്തോ രഹസ്യമായി സംസാരിക്കുന്നത് പ്രസാദും കവിതയും കണ്ടു. അവർ പരസ്പരം ഒന്ന് നോക്കി. അല്പനേരം കഴിഞ്ഞപ്പോൾ 2 പേരും വെളിയിൽ വന്നു. അവർ പ്രസാദിനെയും കവിതയെയും മാറ്റി നിർത്തി സംസാരിച്ചു. ശ്രീജ ഇവിടെ താമസിച്ചോട്ടെ. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ലടാ. ഈ സമയത്ത് ഹോസ്റ്റലൊന്നും ശരിയാവത്തില്ല, ചിറ്റപ്പൻ പറഞ്ഞു.
അത് മതി പ്രസാദേ, അവളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. സ്നേഹിക്കാൻ ആരെയും കിട്ടാതെ ദാഹിച്ചിരിക്കുക ഞങ്ങൾ രണ്ടുപേരും. എങ്കിൽ അതിൽ പരം വേറെ പുണ്യമില്ല ചിറ്റേ. ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും, സന്തോഷത്തോടെ കവിത പറഞ്ഞു. ആ കുട്ടിക്ക് സമ്മതമാകുമോ എന്തോ? ചിറ്റപ്പൻ സംശയിച്ചു. സമ്മതമാകും, സന്തോഷമാകും. ഞങ്ങൾ പറയുന്നതിനപ്പുറം വേറെ ഒരഭിപ്രായവുമില്ല ചിറ്റപ്പ അവൾക്ക്, പ്രസാദ് പറഞ്ഞു. കവിതയാണ് അക്കാര്യം ശ്രീജയോട് സംസാരിച്ചത്. അത്രയ്ക്ക് ഭാഗ്യം എനിക്കുണ്ടോ ചേച്ചി? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീജ ചോദിച്ചു. അവർ ഇങ്ങോട്ട് പറഞ്ഞതാ മോളെ. രണ്ടുപേരും നല്ല മനസ്സുള്ളവരാ. നിനക്ക് ഒരച്ഛനെയും അമ്മയെയും കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ശ്രീജയ്ക്ക് സമ്മതമാണെന്ന് അറിഞ്ഞപ്പോൾ ചിറ്റയ്ക്കും ചിറ്റപ്പനും സന്തോഷമായി. അപ്പോൾ തന്നെ ഒരു മുറി അവർ അവൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുത്തു. പ്രസാദ് കാറിൽ നിന്ന് അവളുടെ പെട്ടിയും ഭാഗമെടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാണ് കവിതയും പ്രസാദും തിരിച്ചു പോയത്. ഞങ്ങൾ അടുത്താഴ്ച വരാം. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാം കേട്ടോ. എന്ത് വിഷമമുണ്ടായാലും ചിറ്റയോട് പറയാൻ മടിക്കരുത്, കവിത പറഞ്ഞു. ശ്രീജയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ പ്രസാദ് തല തിരിച്ചു. അവരുടെ കാർ ഗേറ്റ് കടന്ന് അപ്രത്യക്ഷമാകുന്നതുവരെ ശ്രീജ മുൻവശത്ത് തന്നെ നിന്നു. ഇനി മോൾ ചെന്ന് കിടന്ന് അല്പനേരം റെസ്റ്റ് എടുക്ക്. ഇത്രയും ദൂരയാത്ര ചെയ്തു വന്നതല്ലേ, സുകുമാരി ചിറ്റ പറഞ്ഞു. ശ്രീജ അവളുടെ മുറിയിലേക്ക് പോയി. നല്ല സുന്ദരിയായ കുട്ടി, അവൾക്ക് ഈ ഗതി വന്നല്ലോ, ചിറ്റപ്പൻ പരിതപിച്ചു. അവളുടെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ചിറ്റയും സഹതപിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിച്ചു. ചിറ്റപ്പൻ ചെന്ന് റിസീവർ എടുത്തു. സുകുമാരി ചിറ്റ അപ്പോൾ ഊണ് കഴിക്കുന്ന പാത്രങ്ങൾ കഴുകുകയായിരുന്നു. ചിറ്റപ്പൻ അവിടേക്ക് ചെന്നു. ആരാ വിളിച്ചേ? ചിറ്റ ചോദിച്ചു. ശിവശങ്കരനെ വിളിച്ചേ. കാർത്തികയുടെ കല്യാണം തീരുമാനിച്ചെന്ന്. അടുത്ത മാസം എൻഗേജ്മെൻറ്റ് നടത്താനാ ഉദ്ദേശമെന്ന്. ആരാ പയ്യൻ? കോയമ്പത്തൂരിൽ ഒരു ഇലക്ട്രിക്കൽ കമ്പനിയിൽ മാനേജരാണെന്ന്. വലിയ സന്തോഷത്തിലാ ശിവശങ്കരൻ. ഒന്നും അറിയാതെ ശ്രീജ അപ്പോൾ ഒരു മയക്കത്തിലായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കവിത. അവർക്കപ്പോൾ ശ്രീജയെക്കുറിച്ച് ഓർമ്മ വന്നു. സുകുമാരി ചിറ്റയുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ ശ്രീജയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഗർഭിണിയായ അവസ്ഥയിൽ ഒന്നിനും രുചി അനുഭവപ്പെടുകയില്ല. കഴിക്കുന്നതൊക്കെ പുറത്തേക്ക് കളയാനുള്ള നിലപാടിലായിരിക്കും ശരീരം. ഇന്നലെയാണ് അവളെ അവിടെ കൊണ്ടുചെന്നാക്കിയിട്ട് വന്നതെങ്കിലും ഇതിനോടകം 3 തവണ ഫോണിൽ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ വീട്ടിലെ രീതികളുമായി യോജിച്ചു പോകാൻ കഴിയുമോ എന്നായിരുന്നു കവിതയുടെ ആശങ്ക. പക്ഷേ ശ്രീജയ്ക്ക് എവിടെ ചെന്നാലും ആ വീടും വീട്ടുകാരുമായി സഹകരിച്ചു പോകാനുള്ള കഴിവുണ്ടെന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ദോശക്കല്ലിലേക്ക് മാവ് കോരി ഒഴിക്കുമ്പോഴാണ് മൊബൈൽ ബെല്ലടിക്കുന്നത് കവിത കേട്ടത്. അവൾ ചെന്ന് ഊണുമേശയിൽ വെച്ചിരുന്ന ഫോൺ എടുത്തു. ഓഫീസിലെ പത്മജ ചേച്ചിയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾ അറിയാതെ ഒന്ന് ഞെട്ടി. ചേച്ചി, ഞാൻ അങ്ങോട്ട് വിളിക്കാം, പെട്ടെന്ന് അവൾ പറഞ്ഞു. ഇപ്പം വിളിക്കുമോ? വിളിക്കാം, 1 മിനിറ്റ്. ശരി. അവൾ കോൾ കട്ട് ചെയ്തു. പത്മജ ചേച്ചിയുമായി സംസാരിക്കുന്നത് പ്രസാദേട്ടൻ കേൾക്കാൻ പാടില്ല. പ്രസാദേട്ടൻ അറിയാതെ രഹസ്യമായി ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനാണ്. അടുക്കളയിൽ ചെന്ന് ദോശ തിരിച്ചിട്ടിട്ട് അവൾ പ്രസാദിനെ നോക്കാനായി ചെന്നു. അയാൾ ബാത്റൂമിൽ നിന്നുകൊണ്ട് ഷേവ് ചെയ്യുകയായിരുന്നു. ഭാഗ്യം, എന്തായാലും 5 മിനിറ്റെങ്കിലും കഴിയാതെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങില്ല. മൊബൈലെടുത്ത് അടുക്കളയിലേക്ക് ചെന്ന് നിന്ന് അവൾ പത്മജയെ വിളിച്ചു. ഉടൻ തന്നെ പത്മജ കോൾ എടുത്തു. ഹലോ കവിതേ, ഇന്ന് രാവിലെ 10:30 ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ. 10:30? അപ്പോൾ ഇന്ന് ലീവ് എടുക്കേണ്ടി വരുമല്ലോ ചേച്ചി. ഹാഫ് ഡേ ലീവ് എടുത്താൽ മതി. ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് തിരിച്ചെത്താം. ചില ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ വേണ്ടി വരും. അതിനെന്താ, വേണ്ടതൊക്കെ ചെയ്യട്ടെ. എന്നാലല്ലേ രണ്ടിലൊന്നും നമുക്കറിയാൻ പറ്റൂ. അപ്പോൾ കവിത നേരെ ഓഫീസിലേക്ക് വാ. അവിടുന്ന് നമുക്ക് ഓട്ടോ പിടിച്ച് പോകാം. ശരി ചേച്ചി. അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. പ്രസാദേട്ടൻ ഒന്നും അറിയാൻ പാടില്ല. പത്മജ ചേച്ചിയുടെ അനുജത്തി ജലജയെ കവിതയ്ക്കറിയാം. ജലജയുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 കൊല്ലമായി. ഇപ്പോൾ 37 വയസ്സുണ്ട്. ഒരുപാട് അമ്പലങ്ങളിൽ വഴിപാട് നേർന്നിട്ടും പല ഡോക്ടർമാരെ കണ്ട് ചികിത്സ ചെയ്തിട്ടും അവർക്കൊരു കുഞ്ഞിക്കാരി കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അപ്പോഴാണ് ടൗണിലെ കെയർവെൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ സബിത എന്ന പുതിയ ഗൈനക്കോളജിസ്റ്റ് ചാർജ് എടുത്ത വിവരം അറിഞ്ഞത്. ജലജ ആ ഡോക്ടറെ ചെന്ന് കണ്ടു. 6 മാസത്തിനുള്ളിൽ അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. കവിതയ്ക്കും ആ ഡോക്ടറെ ഒന്ന് കണ്ടുകൂടെ? ഒരാഴ്ച മുമ്പ് പത്മജ ചേച്ചി ചോദിച്ചു. വേണ്ട ചേച്ചി, ഇനി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എത്ര ഡോക്ടർമാരെ കണ്ടതാ? താല്പര്യമില്ലാതെ കവിത പറഞ്ഞു. പക്ഷേ പത്മജ പിന്മാറിയില്ല. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ വേറെ മാർഗങ്ങൾ ഉപയോഗിച്ച് അത് പരിഹരിക്കും ഡോക്ടർ സബിത. എന്തായാലും ഒന്ന് പോയി കാണാം. പ്രസാദേട്ടനോട് പറയാൻ വയ്യ എനിക്ക്. പ്രസാദേട്ടനും മടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ വെറുതെ ഒരാശ കൊടുക്കാൻ വയ്യ. പ്രസാദിനോട് പറയേണ്ട തൽക്കാലം. ഒറ്റയ്ക്കും പോകേണ്ട കവിത. ഞാനും കൂടി വരാം. ഡോക്ടറെ കണ്ട് അഭിപ്രായം പറഞ്ഞിട്ട് പ്രസാദ് അറിഞ്ഞാൽ മതി. പത്മജ ചേച്ചി കൂടി വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പാതി സമ്മതം മൂളി. അങ്ങനെയാണ് ഡോക്ടർ സബിതയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തത്. പോകുമ്പോൾ നേരത്തെ നടത്തിയിരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയൽ കൂടി എടുക്കണമെന്ന് പത്മജ ചേച്ചി പ്രത്യേകം പറഞ്ഞിരുന്നു. 9 മണി കഴിഞ്ഞപ്പോൾ പ്രസാദ് ഓഫീസിലേക്ക് പോയി. 9:30 നേരത്തെ നടത്തിയ ചികിത്സാരേഖകൾ ഒരു പ്ലാസ്റ്റിക് ഫയലിലാക്കി കയ്യിലെടുത്ത് കവിത പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. അവൾ ചെന്നപ്പോൾ പത്മജ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ
രണ്ടുപേരും ദിവസത്തെ കാഷൻ ലീവ് എഴുതി കൊടുത്തു. ഉടൻ തന്നെ ഓട്ടോ പിടിച്ച് കെയർവെൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. വലിയ 4 നില കെട്ടിടമായിരുന്നു ഹോസ്പിറ്റൽ. പാർക്കിംഗ് ഏരിയയിൽ ധാരാളം കാറുകൾ, ചികിത്സയ്ക്കായി എത്തിയ ഒരുപാട് രോഗികൾ, അവരുടെ ബന്ധുക്കൾ. രണ്ടാമത്തെ നിലയിലായിരുന്നു ഡോക്ടർ സബിതയുടെ കൺസൾട്ടിംഗ് റൂമും ഗൈനക്കോളജി വാർഡും. പത്മജയാണ് കവിതയ്ക്ക് വേണ്ടി OP ടിക്കറ്റ് എടുത്തത്. ഡോക്ടർ സബിതയുടെ കൺസൾട്ടിംഗ് റൂമിൻ്റെ മുന്നിൽ രോഗികൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന കസേരകളിലൊന്നിൽ പത്മജയോടൊപ്പം കവിത ഇരുന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ നിറയെ ആശങ്കകളായിരുന്നു. വന്നത് വെറുതെയാകുമോ? അതോ ആശയുടെ കിരണമെങ്കിലും കണ്ടെത്താൻ ഡോക്ടർ സഹായിക്കുമോ? 10:30 കവിതയുടെ പേര് വിളിക്കപ്പെട്ടു. പത്മജ അവളെയും കൊണ്ട് കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ചെന്നു. സുന്ദരിയായ ഒരു മധ്യവയസ്കയായിരുന്നു ഡോക്ടർ സബിത. പ്രിൻ്റുള്ള കോട്ടൺ സാരി അവർക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ കവിത. പത്മജ അവളെ പരിചയപ്പെടുത്തി. കവിത ഇരിക്കൂ, പുഞ്ചിരിയോടെ ഡോക്ടർ പറഞ്ഞു. ഡോക്ടറുടെ അടുത്തുള്ള കസേരയിൽ കവിത ഇരുന്നു. എതിർവശത്തുള്ള കസേരയിൽ പത്മജയും. പറയൂ കവിതേ, ഡോക്ടർ ആവശ്യപ്പെട്ടു. എൻ്റെ മാരേജ് നടന്നിട്ട് 6-7 വർഷമായി ഡോക്ടർ. എനിക്കൊരു കുഞ്ഞുണ്ടായി. പക്ഷേ അവൻ പോയി പിന്നീട് ഇതുവരെ ഗർഭം ധരിച്ചിട്ടില്ല. കവിത പറഞ്ഞതെല്ലാം ഡോക്ടർ ശ്രദ്ധയോടെ കേട്ടു. ചില സംശയങ്ങൾ ഡോക്ടർ ഇടയ്ക്കിടെ ചോദിക്കാതിരുന്നില്ല. അതിനുള്ള വ്യക്തമായ മറുപടി അവൾ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം കവിതയുടെ കയ്യിലുണ്ടായിരുന്ന പഴയ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഡോക്ടർ വാങ്ങി നോക്കി. സ്കാൻ റിപ്പോർട്ടുകളും വിശദമായി പരിശോധിച്ചു. സാധാരണഗതിയിൽ പുതിയതായി ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ ഞാൻ പറയേണ്ടതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആകാംക്ഷയോടെ പത്മജയും കവിതയും ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഈ ടെസ്റ്റ് റിപ്പോർട്ടുകൾ വച്ച് നോക്കുമ്പോൾ സാധാരണ കവിതയ്ക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞാൽ? സംശയത്തോടെ പത്മജ ചോദിച്ചു. ഹസ്ബൻഡിൽ നിന്ന് നേരിട്ട് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കവിതയുടെ 2 ഓവറികളിലും അണ്ടോൽപാദനം നടക്കുന്നില്ല. മുമ്പ് ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് ഡോക്ടർ സബിതയും പറഞ്ഞത്. അതുകാരണം കവിതയ്ക്ക് ഒരു അത്ഭുതവും തോന്നിയില്ല. പക്ഷേ വേറെന്തെങ്കിലും രീതിയിൽ? പത്മജ തിരക്കി. പറ്റും. ഏതെങ്കിലും ഒരു സ്ത്രീയിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു അണ്ടമെടുത്ത് കവിതയുടെ ഭർത്താവിൻ്റെ ബീജവുമായി സംയോജിപ്പിക്കാം. എന്നിട്ടത് കവിതയുടെ ഗർഭപാത്രത്തിൽ ഉറപ്പിക്കും. ആ ഭ്രൂണം അവിടെ ഇരുന്ന് വളരും. 10 മാസം തികയുമ്പോൾ പ്രസവിക്കും. അതൊരു നല്ല ഐഡിയ ആണല്ലോ ഡോക്ടർ, പത്മജ പറഞ്ഞു. അതെ, വേറെ ആരും ഒന്നും അറിയില്ല. ഏത് സ്ത്രീയുടെ അണ്ടമാണ് സ്വീകരിച്ചതെന്ന് ഭാര്യയോടും ഭർത്താവിനോടും പറയുകയുമില്ല. എന്താ കവിതേ, നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഉത്സാഹത്തോടെ പത്മജ ചോദിച്ചു. പ്രസാദേട്ടൻ്റെ അഭിപ്രായം കൂടി അറിയാതെ ഞാനെങ്ങനെ തീരുമാനിക്കും ചേച്ചി? അതെ, രണ്ടുപേരും കൂടി നന്നായി ചിന്തിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. പക്ഷേ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മളത് തുടങ്ങണം. കാരണം പലതവണ പരിശ്രമിച്ചാലേ ഒരു തവണ വിജയിക്കുകയുള്ളൂ. ചിലപ്പോൾ 6 മാസം, അല്ലെങ്കിൽ 1 വർഷം, അത്രയുമൊക്കെ കാത്തിരിക്കേണ്ടി വരും, ഡോക്ടർ പറഞ്ഞു. താങ്ക് യു ഡോക്ടർ, ഞങ്ങൾ വന്നു കണ്ടോളാം. ശരി, അങ്ങനെയാവട്ടെ. പത്മജയും കവിതയും ഓട്ടോയിലാണ് തിരിച്ച് ഓഫീസിലേക്ക് പോയത്. പ്രസാദിനോട് സംസാരിക്കണം, ഇന്ന് തന്നെ ഇക്കാര്യം. ഇനി ഒരു ദിവസം പോലും വൈകിക്കൂടാ, ഓട്ടോയിലിരിക്കുമ്പോൾ പത്മജ പറഞ്ഞു. പ്രസാദേട്ടൻ സമ്മതിച്ചാലും എനിക്ക് താല്പര്യമില്ല ചേച്ചി. കവിതയുടെ മറുപടി കേട്ട് പത്മജ ഒന്ന് പകച്ചു നോക്കി. പ്രസാദേട്ടൻ്റെ ബീജത്തിൽ ജനിച്ചതാണെങ്കിലും ആ കുഞ്ഞിൻ്റെ സൃഷ്ടിക്ക് കാരണക്കാരി വേറൊരു സ്ത്രീയല്ലേ? അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ കവിതയെ പ്രസാദേട്ടൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന്. ഞാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ പ്രസവിക്കുന്ന പ്രസാദേട്ടൻ്റെ കുഞ്ഞിനെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. രക്തബന്ധമില്ലാത്ത കുഞ്ഞ് എന്നും അന്യനായിരിക്കും. അത്തരമൊരു കുഞ്ഞിനെ എനിക്ക് വേണ്ട. പത്മജ പിന്നെ ഒന്നും പറഞ്ഞില്ല. രാത്രി അത്താഴം കഴിഞ്ഞ് അടുക്കളവാതിൽ അടച്ച് സുകുമാരിയമ്മ കിടപ്പുമുറിയിൽ ചെന്നപ്പോൾ പഴയ ഒരു മലയാളം നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദാമോദരൻ മാസ്റ്റർ. സുകുമാരിയമ്മയെ കണ്ട് വായിച്ചുകൊണ്ടിരുന്ന പേജിൽ അടയാളം വെച്ചിട്ട് മാസ്റ്റർ പുസ്തകം അടച്ചു. ആ കുട്ടി കിടന്നോ? മാസ്റ്റർ ചോദിച്ചു. കിടന്നു, ഉറങ്ങിക്കാണത്തില്ല. വീട് മാറിക്കിടന്ന പെട്ടെന്നൊന്നും ഉറക്കം വരത്തില്ല. അതൊന്നുമല്ല മാഷെ കാര്യം. ആ കുട്ടി വന്നതിൽ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കുന്നതായി കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണങ്ങൾ അറിയാമല്ലോ. പിന്നെ എങ്ങനെയാ കിടന്നുറക്കാൻ വരും? ഓർമ്മകൾ തള്ളിക്കയറി വരില്ലേ മനസ്സിലേക്ക്? നേരാ, മാസ്റ്റർ തലകുലുക്കി. സുകുമാരിയമ്മ കട്ടിലിരുന്നു. പെണ്ണുങ്ങൾ മണ്ടികളാ. എന്നും അവർക്ക് അബദ്ധങ്ങൾ പറ്റൂ. അതിൻ്റെ കാരണം പണ്ടേ കാരണവന്മാർ പറഞ്ഞു തന്നിട്ടില്ലേ സുകുമാരി? ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും. അതൊന്നും ഇലകൾക്കറിയില്ല മാഷേ. അറിയാമെങ്കിലും ചില സമയത്ത് ഓർമ്മ വരത്തുമില്ല. അതും നേരാ. നോവൽ മേശപ്പുറത്ത് വെച്ചിട്ട് മാസ്റ്റർ വന്ന് സുകുമാരിയമ്മയുടെ അടുത്ത് കട്ടിലിരുന്നു. ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറഞ്ഞോന്ന് സുകുമാരിയമ്മയ്ക്ക് മനസ്സിലായില്ല. അല്ല, എങ്ങനെ അബദ്ധം പറ്റിയതെന്നോ ആരാ അവളെ ചതിച്ചതെന്നോ? ആ കുട്ടി ഇവിടെ നമ്മുടെ കൂടെ താമസിക്കുമല്ലേ? എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? പക്ഷേ ഞാനെങ്ങനെ അതൊക്കെ ചോദിക്കും മാഷേ? സുകുമാരിയമ്മ മടിയോടെ മാസ്റ്റർ നോക്കി. ആ കുട്ടിയുടെ മനസ്സിൽ ഓർമ്മകളുടെ ഒരു ഭാരമുണ്ട് സുകുമാരി. ആരുടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞാൽ അതിന് കുറച്ച് ആശ്വാസം കിട്ടും. ഓ,
അതേന്ന് തുറന്ന് സംസാരിച്ചാലേ നമ്മളോട് അടുപ്പം തോന്നും, നമ്മളെ സ്നേഹിക്കൂ, വിശ്വസിക്കൂ. നാളെ ചോദിക്കാൻ ഞാൻ, സുകുമാരി അമ്മ ഏറ്റു. എങ്കിൽ നമുക്ക് കിടക്കാം. മണി 10 കഴിഞ്ഞില്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ലൈറ്റ് അണച്ച് രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. പക്ഷേ സുകുമാരി അമ്മയ്ക്ക് പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല. ശ്രീജയെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. ഒറ്റയ്ക്ക് കിടക്കാൻ അവൾക്ക് പേടി കാണുമോ? നിരാശ സഹിക്കാൻ വയ്യാതെ അവൾ വല്ല കടുങ്കൈ ചെയ്യാനും മുതിരുമോ? അവർ എഴുന്നേറ്റ് ശ്രീജയുടെ മുറിയിലേക്ക് ചെന്നു. വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. വിളിച്ചു നോക്കാൻ ധൈര്യമില്ലാതെ അവർ തിരിച്ചു വന്ന് കിടന്നു. പിറ്റേന്ന് ഉച്ചയൂണ് തയ്യാറാക്കുമ്പോൾ സുകുമാരി അമ്മയെ സഹായിക്കാനായി ശ്രീജ അടുക്കളയിലേക്ക് ചെന്നു. മോൾക്ക് പാചകമൊക്കെ അറിയാമോ? സ്നേഹത്തോടെ സുകുമാരി അമ്മ ചോദിച്ചു. അറിയാൻ ചിറ്റേ. ജോലി കിട്ടുന്നതുവരെ ഞാൻ വീട്ടിലായിരുന്നില്ലേ? എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അമ്മ മരിച്ചു. അച്ഛൻ വീണ്ടും കല്യാണം കഴിച്ചു. ആ വകയിൽ 2 മക്കളും ഉണ്ട് അച്ഛന്. എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തിലാണോ മോൾ? ഞാൻ സഹകരണത്തിലാണ്. പക്ഷേ അവർക്കെൻ്റെ സഹകരണം വേണ്ട. മാസം തോറും കിട്ടുന്ന ശമ്പളം മാത്രം മതി. സുകുമാരിയമ്മ സഹതാപത്തോടെ അവളെ ഒന്ന് നോക്കി. ആരുമായിട്ടാണ് മോൾ സ്നേഹത്തിലായത്? പ്രസാദേട്ടൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ. ഞങ്ങൾക്ക് 2 പേർക്കും പ്രസാദേട്ടൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. പിന്നെന്താ സംഭവിച്ചത്? ഞങ്ങളുടെ കല്യാണമൊക്കെ തീരുമാനിച്ചതാ. പ്രസാദേട്ടനാണ് എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് ഏറ്റത്. പക്ഷേ അയാൾ ചതിച്ച ഒരു പെൺകുട്ടി അയാൾ അന്വേഷിച്ച് ഓഫീസിൽ വന്നു. അവൾ ഗർഭിണിയായിരുന്നു. അയ്യോ കഷ്ടം. അങ്ങനെയാണ് അയാളൊരു ചതിയനാണെന്ന് മനസ്സിലായത്. ഈ സംഭവം എല്ലാവരും അറിഞ്ഞപ്പോൾ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അയാൾ ആരെയും അറിയിക്കാതെ നാട് വിട്ടു. അപ്പോഴേക്ക് മോൾക്ക് അബദ്ധം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? എല്ലാം മനസ്സിലായതുപോലെ സുകുമാരി അമ്മ ചോദിച്ചു. അതിനുശേഷമാണ് അബദ്ധം സംഭവിച്ചതെന്ന് എങ്ങനെ പറയും സുകുമാരി ചിറ്റിയോട്? അത് കാരണം അവൾ മറുപടി പറഞ്ഞില്ല. അബദ്ധം എല്ലാവർക്കും സംഭവിക്കാം മോളെ. ചിലപ്പോൾ മോളെ സ്നേഹിച്ച ആ പയ്യനും അബദ്ധം സംഭവിച്ചതായിക്കൂടെ? സുകുമാരി അമ്മയുടെ ചോദ്യം കേട്ട് ശ്രീജ ഒന്ന് ഞെട്ടി. തനിക്കും പ്രസാദേട്ടനും സംഭവിച്ചതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതായിക്കൂടെ ഹേമന്തിനും രജനി എന്ന ആ പെണ്ണിനും? അങ്ങനെയാണെങ്കിൽ ഹേമന്തിനെ തെറ്റുകാരനെന്നും ചതിയനെന്നും വഞ്ചകനുമെന്നൊക്കെ വിളിക്കാൻ പാടുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ മോളെ. തെറ്റ് മനസ്സിലാക്കി അയാൾ വന്ന് മാപ്പ് പറഞ്ഞാൽ മോൾക്ക് അയാളെ സ്വീകരിച്ചുകൂടെ? അതല്ലേ ബുദ്ധി? പ്രസാദിനോട് പറഞ്ഞ് എങ്ങനെയും അയാളെ നമുക്ക് കണ്ടുപിടിക്കാം. മോൾ സമാധാനമായിട്ടിരിക്കെ. സുകുമാരിയമ്മ അവളെ ആശ്വസിപ്പിച്ചു. ശ്രീജ വീണ്ടും ഞെട്ടി. ഹേമന്ത് തിരിച്ചു വന്നാൽ തൻ്റെ ഗർഭത്തിന് ഉത്തരവാദി അയാളല്ലെന്ന് പറഞ്ഞാൽ? ഒന്നും വേണ്ട ചിറ്റേ. ഇതൊക്കെ വിധിയാണ്. അനുഭവിച്ചു തീർക്കാൻ ഞാൻ തയ്യാറാണ്. അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ വെളിയിലൊരു ഓട്ടോ വന്നു നിന്നു. സുകുമാരിയമ്മ പുറത്തേക്ക് ചെന്ന് നോക്കി. ഓട്ടോയിൽ നിന്ന് കാർത്തികയുടെ അച്ഛൻ ശിവശങ്കരനും അമ്മ ജാനകിയും ഇറങ്ങി. അല്ല, ഇതോ ആരൊക്കെയാ? വരണം വരണം. മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് ശിവശങ്കരനെയും ജാനകിയെയും സുകുമാരിയമ്മ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പലപ്പോഴും ഓർക്കാറുണ്ട് ചേച്ചി. പക്ഷേ അവിടുത്തെ തിരക്കുകൾ കഴിഞ്ഞ് ഒരു കാര്യവും നടക്കാറില്ല. ജാനകി വന്ന് സുകുമാരി അമ്മയുടെ കൈ പിടിച്ചു. അത് സാരമില്ല. ഞങ്ങൾ 2 പേരും റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുക. എന്നിട്ട് പോലും വല്ല രക്ഷയുമുണ്ടോ? പകൽ വിശ്രമമേയില്ല. നോക്കി നിലത്തെല്ലാം എന്തെങ്കിലും പണി ചെയ്യാൻ കാണും. മാഷ് സ്ഥലത്തുണ്ടല്ലോ അല്ലേ? ശിവശങ്കരൻ ചോദിച്ചു. ഉവ്, ഇന്നെങ്ങോട്ടും പോയില്ല. അല്ലെങ്കിൽ സാധാരണ ഈ സമയത്ത് പെൻഷൻ അസോസിയേഷൻ ഓഫീസിലോ ട്രഷറിയിലോ ബാങ്കിലോ ഒക്കെ ആയിരുന്നേനെ. എന്തിനാ മുറ്റത്തു നിന്ന് സംസാരിക്കുന്നേ? അകത്തേക്ക് പോകാം. അവർ 3 പേരും വീട്ടിലേക്ക് കയറി. ദാമോദരൻ മാഷ് ഷർട്ടും മുണ്ടും ഇസ്തിരിയിടുകയായിരുന്നു. സംസാരം കേട്ട് അയാൾ മുൻവശത്തെ മുറിയിലേക്ക് വന്നു. അല്ല, ഇതാര്? ശിവശങ്കരനോ? ഈ ആഴ്ച തന്നെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്താ കാർത്തികയെ കൂടെ കൊണ്ടുവരാത്തേ? മാഷ് ചോദിച്ചു. വീട്ടിലാരെങ്കിലും വേണ്ടായോ മാഷേ? കല്യാണത്തിന് ക്ഷണിക്കാൻ വരുമ്പം അവളെയും കൊണ്ടുവരാം. ശിവശങ്കരൻ ഏറ്റു. കാലം എത്ര പെട്ടെന്നാ പോകുന്നത്. ഞാൻ അവിടെ മാറ്റം കിട്ടി വരുമ്പോൾ കാർത്തിക ഫ്രോക്കിട്ട് നടക്കുന്ന കുട്ടിയായിരുന്നു. അതൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇന്നിപ്പം എന്താ അവൾ കല്യാണ പെണ്ണ്, മാഷ് പറഞ്ഞു. ശിവശങ്കരൻ്റെ വീടിനടുത്തുള്ള സർക്കാർ സ്കൂളിലേക്ക് മാറ്റം കിട്ടി ചെന്നപ്പോൾ ദാമോദരൻ മാഷ് അയാളുമായി സുഹൃത്തായതാണ്. തൊട്ടടുത്ത വീട്ടിലായിരുന്നു മാഷും സുകുമാരിയമ്മയും വാടകയ്ക്ക് താമസിച്ചത്. അന്നൊരു വീട് പോലെയാണ് കഴിഞ്ഞിരുന്നത്. ആ സ്കൂളിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി മാഷ് പോയെങ്കിലും ബന്ധത്തിന് ഒരു കോട്ടവും തട്ടിയില്ല. അവർ പഴയ കാര്യങ്ങൾ ഓർത്തും സംസാരിച്ചും ഇരുന്നു. ശ്രീജ അവരുടെ മുറിയിലിരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപരിചിതരുടെ മുന്നിലേക്ക് ഇറങ്ങി വരാൻ അവൾ ഒട്ടും ആഗ്രഹിച്ചില്ല. താൻ ആരാണെന്ന് അതിഥികൾ തിരക്കും. അപ്പോൾ സുകുമാരി ചിറ്റയ്ക്കും ദാമോദരൻ ചിറ്റപ്പനും എന്തെങ്കിലും നുണ കണ്ടുപിടിക്കേണ്ടി വരും. എന്തിനാണ് വെറുതെ? ശ്രീജ അവിടെ തന്നെ ഇരുന്നു. അതിരിക്കട്ടെ, എവിടാ കാർത്തികയെ അയക്കുന്നേ? ശിവശങ്കരൻ ഏതോ സ്ഥലപ്പേര് പറഞ്ഞു. ശ്രീജയ്ക്ക് അത് വ്യക്തമായില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും മാത്രം. പയ്യൻ ഒറ്റ മകനാ. അത് നന്നായി. വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ലല്ലോ. ചെറുക്കനെവിടെ ജോലി? കോയമ്പത്തൂർ. കോയമ്പത്തൂർ എന്ന് കേട്ടപ്പോൾ ശ്രീജ ഒന്ന് ശ്രദ്ധിച്ചു. അവിടെയല്ലേ ഹേമന്ത് പോയിരിക്കുന്നത്? ഒരുപക്ഷെ കാർത്തികയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഹേമന്തിനെ പരിചയമുണ്ടായിരിക്കുമോ? അവിടെ എന്താ അവന് ജോലി?
ഒരു ഇലക്ട്രിക്കൽ കമ്പനിയിലാ? എങ്കിൽ തീർച്ചയായും പയ്യന് ഹേമന്തിൻ്റെ പരിചയം കാണും. അയാളും ഇലക്ട്രിക്കൽ കമ്പനിയിലാണല്ലോ ജോലി ചെയ്യുന്നത്. കുറേ നാൾ മുമ്പ് അവന് നാട്ടിലായിരുന്നു ജോലി. നല്ല ശമ്പളം കിട്ടുന്ന വേറെ കമ്പനിയിൽ നിന്ന് ഓരോ ഓഫർ വന്നപ്പോഴാണ് അങ്ങോട്ട് പോയത്. ശ്രീജ അറിയാതെ ഒന്ന് ഞെട്ടി. ഹേമന്തും അങ്ങനെയായിരുന്നല്ലോ. നാട്ടിലായിരുന്നു ജോലി. അവിടുന്നാണ് കോയമ്പത്തൂർക്ക് പോയത്. പയ്യൻ്റെ പേരെന്താണ്? ശ്രീജയ്ക്ക് ഇരിക്കപ്പുറത്തിയില്ലാതായി. ചെന്ന് ചോദിച്ചാലോ അവരോട്? വരട്ടെ, പോകുന്നതിന് മുമ്പ് കാണാം. ബാക്കി സംസാരം കൂടി കേട്ടിട്ട് മതി. വരുന്ന 28-നാം മാഷേ കല്യാണ നിശ്ചയം. ജാതകമാറ്റമേ ഉള്ളൂ. മോതിരമിടൽ ഇല്ല. കാരണം പയ്യന് അന്ന് വരാൻ ലീവ് കിട്ടത്തില്ല. തന്നെയുമല്ല, 1 മാസം കൂടി കഴിഞ്ഞാൽ കല്യാണമുണ്ടല്ലോ, ശിവശങ്കരൻ പറയുന്നു. അപ്പോൾ എന്ന കല്യാണം? ചിറ്റപ്പൻ ചോദിക്കുന്നു. അടുത്ത മാസം 30-നാ, ഞായറാഴ്ചയാ. എല്ലാവർക്കും വരാൻ സൗകര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞായറാഴ്ച തന്നെ വെച്ചത്. അത് നന്നായി. ഓഫീസിൽ പോകുന്നവർക്കും ബുദ്ധിമുട്ടില്ല. പയ്യൻ കാണാനൊക്കെ എങ്ങനെയാ? കാർത്തിക മോളുമായിട്ട് നല്ല മാച്ചല്ലേ? സുകുമാരി ചിറ്റ ചോദിച്ചു. കാണാനൊക്കെ നല്ല സുന്ദരനാ ടീച്ചറെ. സൗന്ദര്യം ഇത്തിരി കൂടിപ്പോയെന്ന് മാത്രമേ സംശയമുള്ളൂ. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേ. കയ്യിൽ കാണുമല്ലോ, ജാനകി ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മറന്നു. ചോദിക്കുന്നവരെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ഫോട്ടോ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗിലുണ്ട്. എഴുന്നേറ്റ് ചെന്നാലോ എന്ന് ശ്രീജ ചിന്തിച്ചു. ഫോട്ടോ കണ്ടാൽ രണ്ടിലൊന്നും ഇപ്പോഴറിയാം. പക്ഷേ അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. പേടിയായിരുന്നു. അവർ കൊണ്ടുവന്ന ഫോട്ടോ ഹേമന്തിൻ്റേതാണെങ്കിലോ? ഇത് നല്ല സുന്ദരനാണല്ലോ. കണ്ടാൽ സിനിമാ നടനാണെന്ന് തോന്നും, സന്തോഷത്തോടെ സുകുമാരി ചിറ്റ പറയുന്നു. അത് കേട്ടതോടെ ശ്രീജയുടെ സംശയം ബലപ്പെട്ടു. കക്ഷി ഹേമന്ത് തന്നെ. പല പെണ്ണുങ്ങളെ വഞ്ചിച്ചിട്ട് അയാൾ ഒരു പാവം പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നു. അവൾ കുറേ കണ്ണീര് കുടിക്കേണ്ടി വരും. ഭാര്യയെ വീട്ടിലിരുത്തിയിട്ട് അയാൾ പുതിയ പൂക്കൾ തേടിപ്പോകും. സംസാരിച്ചിരുന്നിട്ട് ഒരു കാര്യം മറന്നു. ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം, പെട്ടെന്ന് സുകുമാരി ചിറ്റ പറഞ്ഞു. ചായയൊന്നും വേണ്ട ടീച്ചറെ, പോകാൻ തിരക്കുണ്ട്. ഇനിയും കുറേ സ്ഥലങ്ങളിൽ ക്ഷണിക്കാനുണ്ട്, ശിവശങ്കരൻ പറഞ്ഞു. ചായയും കുടിച്ച് ഊണും കഴിഞ്ഞ് നിങ്ങളെ ഇന്ന് വിടൂ. വല്ലപ്പോഴും ഒന്ന് കാണുന്നേ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, സുകുമാരി ചിറ്റ ഉറപ്പിച്ചു പറഞ്ഞു. തൽക്കാലം ചായ മതി ടീച്ചറെ. സുകുമാരി ചിറ്റയുടെ പിന്നാലെ ജാനകിയും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ശ്രീജയുടെ മുറിയുടെ മുന്നിലൂടെയാണ് അവർ പോയത്. അവളെ ജാനകി കണ്ടു. ഇതാരാ ചേച്ചി? കൗതുകത്തോടെ ജാനകി ചോദിച്ചു. എൻ്റെ ബന്ധത്തിലുള്ള കുട്ടിയാ ശ്രീജ, എങ്ങും തൊടാതെ സുകുമാരി ചിറ്റ പറഞ്ഞു. ജാനകി അവളെ നോക്കി ചിരിച്ചു. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നവൾ പ്രാർത്ഥിച്ചു. സുകുമാരി ചിറ്റയോടൊപ്പം ജാനകി അടുക്കളയിലേക്ക് പോയി. ആ കുട്ടിയെ കണ്ടിട്ട് നല്ല വിഷമമുള്ളതുപോലെ തോന്നുന്നല്ലോ ചേച്ചി, ജാനകി പറഞ്ഞു. അവൾ ഗർഭിണിയാ. ഹസ്ബൻഡ് ഗൾഫിലും. ഈ സമയത്ത് ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഏതു പെണ്ണും ആഗ്രഹിച്ചു പോകത്തില്ലേ? അത് ശരിയാ. അടുക്കളയിലെ സംസാരം ശ്രീജ കാതോർത്ത് കേട്ടു. ചിറ്റ തന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അറിയണമല്ലോ. പിന്നീട് രണ്ടുപേരും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കേണ്ടി വന്നാൽ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ലീവ് എടുത്ത് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ. ഛർദ്ദിലും ക്ഷീണമൊക്കെയുണ്ട്. സമയത്ത് ആഹാരം എടുത്തു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? വീട്ടിലാരുമില്ലേ ചേച്ചി? ശ്രീജയുടെ അച്ഛനും അമ്മയും പണ്ടേ മരിച്ചു. സഹോദരങ്ങളില്ല. ഭർത്താവിൻ്റെ വീട്ടിലോ? അവൾ സ്കൂൾ ടീച്ചറാ. ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലും 2 പ്രായമായവർ മാത്രമേ ഉള്ളൂ. എന്തിനാ വെറുതെ അവരെ കഷ്ടപ്പെടുത്തുന്നത്? സുകുമാരി ചിറ്റ പറ്റിയ മറുപടികൾ പറഞ്ഞു. അതും നേരാ. ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശ്രീജയെ കാണാൻ ജാനകി അവളുടെ മുറിയിലേക്ക് ചെന്നു. മോളുടെ കാര്യങ്ങളൊക്കെ സുകുമാരി ചേച്ചി പറഞ്ഞു. സാരമില്ല മോളെ. ഭർത്താവിനെ എന്നും നിൻ്റെ അടുത്തിരിക്കാൻ പറ്റുമോ? എന്തായാലും ഇപ്പം സഹായത്തിന് സുകുമാരി ചേച്ചിയും മാഷും ഉണ്ടല്ലോ. അതുതന്നെ വലിയ കാര്യമല്ലേ? അതേ എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. എൻ്റെ മോളുടെ കല്യാണ നിശ്ചയമാ. അത് പറയാനാണ് ഞങ്ങൾ വന്നത്. മാഷും ചേച്ചിയും വരും. മോളും അവരുടെ കൂടെ വരണം കേട്ടോ, ജാനകി ക്ഷണിച്ചു. ആരെ മോളെ കല്യാണം കഴിക്കുന്നേ? ഒന്നും അറിയാത്ത മട്ടിൽ അവൾ ചോദിച്ചു. അവൻ കോയമ്പത്തൂരിൽ ഇലക്ട്രിക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലെ മോളെ ജോലി. എനിക്ക് പരിചയമുള്ള ഒരാൾ കോയമ്പത്തൂരിലുണ്ടമ്മേ. ഹരീന്ദ്രൻ എന്നാണ് പേര്, അവൾ വെറുതെ പറഞ്ഞു. ഇവൻ്റെ പേര് ഹേമന്ത് എന്നാ മോളെ. ശ്രീജ ഞെട്ടിപ്പോയി. ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അവളുടെ മുഖം പെട്ടെന്ന് വിളറി. നിശ്ചയമായും ജാതകം കൊടുക്കേ വരണേ മോളെ. ആ നാട്ടിലെങ്ങും മോൾ ഇതുവരെ വന്നു കാണത്തില്ലല്ലോ. വരാമെന്ന അർത്ഥത്തിൽ അവൾ മെല്ലെ തലകുലുക്കി. കല്യാണ നിശ്ചയത്തിന് ചെന്നാൽ ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. കാരണം ചെറുക്കൻ അന്ന് നാട്ടിൽ കാണുകയില്ലല്ലോ. പക്ഷേ കല്യാണത്തിന് ചെന്നാൽ താൻ കുഴപ്പമുണ്ടാക്കാൻ ചെന്നതാണെന്നേ ഹേമന്ത് വിചാരിക്കൂ. വേണ്ട, എന്തിനാണ് അയാളെ ശിക്ഷിക്കാൻ പോകുന്നത്? ചിലപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അയാൾ പഴയ സ്വഭാവം ഉപേക്ഷിച്ചാലോ? ചായ കുടിച്ചിട്ട് ശിവശങ്കരനും ജാനകിയും പോയി. 28-ാം തീയതിക്ക് ഇനി 2 ആഴ്ചയിലേ ഉള്ളൂ. നമുക്ക് ശ്രീജയെയും കൊണ്ടുപോകാം. അവളെ ഇവിടെ തനിച്ചാക്കുന്നത് ശരിയല്ലല്ലോ, മാഷ് പറഞ്ഞു. അതെ, അവളെ ക്ഷണിച്ചിട്ടാണ് ജാനകി പോയത്. നമുക്ക് പ്രകാശിൻ്റെ ടാക്സി ഏർപ്പാട് ചെയ്യാം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളെ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ, സുകുമാരി ചിറ്റ പറഞ്ഞു. അതെ, അതാ നല്ലത്, മാഷ് സമ്മതിച്ചു. പ്രസാദ് ഓഫീസിലിരിക്കുമ്പോഴാണ് ശ്രീജയുടെ വിളി വന്നത്. അയാൾക്ക് അത്ഭുതം തോന്നി. അവൾ ഈയിടെയായി വിളിക്കാറേയില്ല. എന്താ ശ്രീജ? അയാൾ ഉടൻ കോൾ എടുത്തു.
എനിക്കിവിടെ താമസിക്കേണ്ട പ്രസാദേട്ടാ. വേറെ എങ്ങോട്ടെങ്കിലും മാറാൻ പറ്റുമെങ്കിൽ അതാ നല്ലത്. അതെന്താ? ഹേമന്ത് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ചിറ്റയുടെയും ചിറ്റപ്പൻ്റെയും പരിചയക്കാരൻ്റെ മകളാ. അവരിന്ന് ക്ഷണിക്കാൻ വന്നു. നിന്നെ കണ്ടോ അവർ? കണ്ടു. എന്നെ ക്ഷണിച്ചിട്ടാ പോയത്. 28-ാം തീയതി എൻഗേജ്മെൻറ്റാ. അടുത്ത മാസം അവസാനം കല്യാണവും. നിന്നെ തിരിച്ചറിഞ്ഞോ അവർ? ആദ്യയോടെ അയാൾ ചോദിച്ചു. ഇല്ല, ബന്ധുവാണെന്നാ ചിറ്റ പറഞ്ഞത്. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ അയാൾ ആ കുട്ടിയെ കൊണ്ട് ഇവിടെ വരും. എന്നെ കാണും. ഞാൻ പ്രഗ്നൻ്റാണെന്ന് അറിയുമ്പോൾ സത്യം വെളിപ്പെട്ടു പോകില്ലേ? പ്രസാദ് ഒന്ന് ഞെട്ടി. ശരിയാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയാൾക്കറിയില്ലായിരുന്നു. വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ഹോസ്റ്റലിലേക്ക് മാറാം. അതാ നല്ലത്. നീ പേടിക്കണ്ട. ആലോചിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം കേട്ടോ. കവിതച്ചിയെ ഞാൻ വിളിച്ചില്ല. ഞാൻ വിവരം പറയാം ആളോട്. ശരി പ്രസാദേട്ടാ. അയാൾ കോൾ കട്ട് ചെയ്തിട്ട് ആലോചനയോടെ ഇരുന്നു. ശ്രീജ പറഞ്ഞത് ശരിയാണ്. അവൾ ഒരിക്കലും ഹേമന്തിൻ്റെ മുന്നിൽ ഇനി ചെല്ലാൻ പാടില്ല. വിവാഹം കഴിയാതെ അവൾ ഗർഭിണിയാണെന്ന് അവൻ അറിഞ്ഞാൽ കവിതയോട് ഇക്കാര്യം പറഞ്ഞാലും ഒരപകടമുണ്ട്. അവനെ കാണാൻ കാത്തിരിക്കുകയാണ് കവിത. കല്യാണമാണെന്ന് അറിയുമ്പോൾ അവനെ കാണാൻ അവൾ അവൻ്റെ വീട്ടിൽ ചെല്ലും. ശ്രീജയുടെ ഗർഭത്തിന് ഉത്തരവാദി താനില്ലെന്ന് അവൻ പറയും. കവിത അത് വിശ്വസിക്കില്ല. പക്ഷേ സംശയം തോന്നിയിട്ട് ശ്രീജയോട് വന്ന് ചോദിച്ചാൽ അവൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? പ്രസാദിൻ്റെ മനസ്സ് നീറിപ്പുകഞ്ഞു. അന്ന് വീട്ടിൽ ചെന്നപ്പോൾ പ്രസാദിൻ്റെ മുഖം പതിവില്ലാതെ മ്ലാനമായിരുന്നു. കവിത അത് ശ്രദ്ധിച്ചു. എന്ത് പറ്റി പ്രസാദേട്ടാ? അവളോട് കാര്യം പറയുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. അല്ലെങ്കിൽ നാളെ ശ്രീജ അത് വിളിച്ചു പറഞ്ഞാൽ. ഒരു പ്രശ്നം. ശ്രീജയെന്ന് വിളിച്ചിരുന്നു. അയാൾ വെളിപ്പെടുത്തി. എന്താ പ്രശ്നം? ഹേമന്തിൻ്റെ കല്യാണക്കാര്യം അയാൾ പറഞ്ഞു. പെട്ടെന്ന് കവിതയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. ആ കല്യാണം നമുക്ക് നടത്തരുത് പ്രസാദേട്ടാ. ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് നമ്മൾ അവൻ്റെ തനിനിറം കാട്ടിക്കൊടുക്കണം. വേണ്ടി വന്നാൽ ശ്രീജയെയും നമ്മൾ കൊണ്ടുപോകണം. അയാൾ വീണ്ടും ഞെട്ടി. ഹേമന്ത് അത് നിഷേധിക്കും. ശ്രീജയെ കൊണ്ട് തന്നെ സത്യം പറയിക്കും. അതിനൊന്നും പോകണ്ട. അവൻ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ പാട്, അയാൾ പറഞ്ഞു. അങ്ങനെ അവൻ ജയിക്കാൻ സമ്മതിക്കരുത് പ്രസാദേട്ടാ. ആ പാവം പെൺകുട്ടി ചതിയിൽപ്പെടരുത്. ഒന്നും വേണ്ട. ശ്രീജയെ ചിറ്റയുടെ വീട്ടിൽ നിന്ന് തന്ത്രപൂർവ്വം നമുക്ക് മാറ്റണം. അതിനെക്കുറിച്ച് നീ ഒന്ന് ആലോചിക്കേ. പക്ഷേ കവിതയുടെ കോപം ശമിച്ചില്ല. ഹേമന്തിനെ വെറുതെ വിടാൻ പാടില്ലെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. പക്ഷേ പ്രസാദേട്ടൻ അതിന് കൂട്ടു നിൽക്കില്ല. കുറേയേറെ ആലോചിച്ചപ്പോൾ അവൾക്ക് ഒരു വഴി തുറന്നു കിട്ടി. അത് ചെയ്താൽ മതി. പ്രസാദേട്ടൻ അറിയില്ല. അവൻ്റെ കല്യാണം മുടങ്ങുകയും ചെയ്യും. അന്ന് രാത്രിയിൽ പ്രസാദ് അറിയാതെ അയാളുടെ മൊബൈലിൽ നിന്ന് രജനിയുടെ നമ്പർ എടുത്ത് അവൾ സ്വന്തം മൊബൈലിൽ സേവ് ചെയ്തു. രജനിയെ അറിയിച്ചാൽ മതി. അവളും ചേച്ചിയും കൂടി ചെന്ന് ഹേമന്തിനെ പൊടിച്ചടിക്കുകൊള്ളൂ. പിറ്റേന്ന് പകൽ ഓഫീസിൽ വെച്ച് രജനിയുടെ നമ്പറിലേക്ക് കവിത വിളിച്ചു. ആരാ ഇത്? ഫോണെടുത്ത് രജനി ചോദിച്ചു. ഇത് രജനിയല്ലേ? അതെ, എൻ്റെ പേര് കവിത. ഞാൻ ജാക്സൺ ഇലക്ട്രിക്കൽസ് റീജിയണൽ മാനേജർ പ്രസാദ് ചന്ദ്രൻ്റെ വൈഫാണ്. ഹലോ മാഡം. അവൾ പെട്ടെന്ന് സൗഹൃദത്തോടെ സംസാരിച്ചു. ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് വിളിക്കുന്നത്. ആ ഹേമന്ത് ഇപ്പോൾ കോയമ്പത്തൂരുണ്ട്. അവൻ്റെ വിവാഹം തീരുമാനിച്ചു. ഈ മാസം 28-ന് അവൻ്റെ എൻഗേജ്മെൻ്റാണ്. മാഡം ഇതെങ്ങനെ അറിഞ്ഞു? എൻ്റെ ഒരു ബന്ധുവിന് ഇൻവിറ്റേഷൻ കിട്ടി, വധുവിൻ്റെ വീട്ടിൽ നിന്ന്. ഓ, കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എനിക്ക്? പെട്ടെന്ന് രജനി ചോദിച്ചു. തരാം. കവിത ഉള്ളിലൊന്ന് ചിരിച്ചു. രജനി ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊള്ളും. മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ച് കവിത ഒരു നിമിഷം ഇരുന്നു. ഹേമന്ത് വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ രജനിക്ക് കൊടുക്കാം. അത് കിട്ടിയാൽ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ അറിഞ്ഞു വയ്ക്കാമല്ലോ. രജനി, കവിത വിളിച്ചു. മാഡം പറയൂ, ഞാൻ കേൾക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഷോപ്പിലല്ലേ? അതെ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. രജനി പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ. ഇപ്പോഴും ഞാനത് ഇല്ലാതാക്കി ചേച്ചി. വളരെ വിഷമത്തോടെയാണെങ്കിലും. ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞ് എനിക്കൊരു ഭാരമായിരിക്കില്ലേ? എൻ്റെ സ്വാർത്ഥതയാണ്. എന്നാലും തൽക്കാലത്തെ വിഷമം കുറേ കഴിയുമ്പോൾ മാറാതിരിക്കില്ലല്ലോ. ശരിയാണ്, വേറെ നിവൃത്തിയില്ലല്ലോ. ഞാനും പ്രസാദേട്ടനും കൂടി അവൻ്റെ വീട്ടിൽ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അയാളെ കണ്ടോ മാഡം? ഇല്ല, അവൻ്റെ അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അവരാ പറഞ്ഞത് അവനിപ്പോൾ കോയമ്പത്തൂരിലാണെന്ന്. എനിക്കത് അങ്ങോട്ട് വിശ്വാസമായില്ല. കാരണം രണ്ടുപേരും എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ മോൻ്റെ അച്ഛനും അമ്മയുമല്ലേ? കള്ളത്തരങ്ങൾ കാണാതിരിക്കുമോ? പുച്ഛത്തോടെ രജനി പറഞ്ഞു. ആദ്യം അവരിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അവൻ്റെ കല്യാണം തീരുമാനിച്ച കാര്യം. ഞങ്ങൾ അവൻ്റെ വീട്ടിൽ പോയത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല, എൻ്റെ കൂട്ടുകാരി ശ്രീജയെയും അവൻ സ്നേഹം നടിച്ച് വഞ്ചിച്ചിരുന്നു. അയ്യോ. ശ്രീജയെക്കുറിച്ച് ചുരുക്കത്തിൽ ഒരു വിവരം കവിത അയാൾക്ക് കൊടുത്തു. വൃത്തികെട്ട പിശാച്ച്. ഞങ്ങളെപ്പോലെ വേറെ പലരെയും അവൻ ചതിച്ചു കാണും. ശ്രീജ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കല്യാണ നിശ്ചയത്തിന് ക്ഷണിക്കാൻ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ചെന്നിരുന്നു. അങ്ങനെയാ കല്യാണത്തിൻ്റെ ഡേറ്റ് ഞങ്ങൾ അറിഞ്ഞത്. എന്നാ മാഡം കല്യാണം? ഈ മാസം 28-ന് കല്യാണ നിശ്ചയം. അടുത്ത മാസം 30-ന് കല്യാണം. അയാൾ വരുമോ കല്യാണ നിശ്ചയത്തിന്? അറിയില്ല.
അയാളെ കാണാതിരിക്കില്ല. അന്ന് തന്നെ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളുടെ തനിനിറം ആക്കിയാലോ? രോഷത്തോടെ രജനി ചോദിച്ചു. അത് വേണ്ട രജനി. ഒരു തെറ്റും ചെയ്യാത്ത ആ പെൺകുട്ടിയെയും അവരുടെ വീട്ടുകാരെയും കഷ്ടത്തിലാക്കാൻ പാടില്ല. അവനെയാണ് ശിക്ഷിക്കേണ്ടത്. അതിനിപ്പോൾ എന്ത് ചെയ്യണം മാഡം? അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അച്ഛനോടും അമ്മയോടും നിന്നെക്കുറിച്ച് പറയണം. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ കല്യാണത്തിൻ്റെ അന്ന് നീ കതിർ മണ്ഡപത്തിൽ തെളിവ് സഹിതം ഉണ്ടാകുമെന്ന് പറയണം. ഈ വിവരം അവർ അവനെ അറിയിക്കും. അവൻ നിൻ്റെ കാൽക്കൽ വരും. എനിക്ക് അയാളുടെ പണമൊന്നും വേണ്ട മാഡം. പക്ഷേ അയാൾ വന്ന് എൻ്റെ കാല് പിടിക്കണം. അത് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, എഴുതിയെടുത്തോളൂ. ഞാൻ അവൻ്റെ വീടിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും തരാം. പറഞ്ഞോളൂ മാഡം. ഹേമന്തിൻ്റെ മേൽവിലാസവും വീട്ടിലേക്ക് പോകാനുള്ള വഴിയും കവിത പറഞ്ഞു കൊടുത്തു. താങ്ക്സ് മാഡം. അവൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് കാർത്തിക എന്നാണ്. അച്ഛൻ്റെ പേര് ശിവശങ്കരൻ, അമ്മ ജാനകി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ സംഘടിപ്പിച്ചു തരാം. അവൻ പിടിത്തരുന്നില്ലെങ്കിൽ നമുക്ക് കല്യാണ നിശ്ചയത്തിന് മുമ്പേ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാം. അത് മതി മാഡം. ഒരു കാരണവശാലും പ്രസാദേട്ടൻ ഇക്കാര്യം അറിയരുത്. കാരണം അവരുടെ കമ്പനിയിലുണ്ടാകുന്ന ഒരു സ്റ്റാഫ് അറസ്റ്റിലായാൽ കമ്പനിയുടെ പ്രശസ്തിക്ക് അത് കളങ്കമാകും. മനസ്സിലായി മാഡം. ഞാനിത് വളരെ രഹസ്യമായി കൈകാര്യം ചെയ്തോളാം. താങ്ക്സ്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. കവിത കോൾ കട്ട് ചെയ്തു. അവൾക്ക് നല്ല സന്തോഷം തോന്നി. ശ്രീജയെ ചതിച്ചവന് നല്ല ശിക്ഷ തന്നെ കിട്ടണം. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. കരുണാകരക്കുറുപ്പ് പറമ്പിൽ നിന്ന് ഒരു മൂട് കപ്പ പിഴുതു കൊണ്ടുവന്നു. ഇത് 2-3 കിലോയെങ്കിലും കാണുമല്ലോ. നമുക്ക് ഇതിൻ്റെ പകുതി പോലും വേണ്ടായിരുന്നു. അത് കണ്ടിട്ടോ അവനമ്മ പറഞ്ഞു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നീ ഇത് നന്നായിട്ട് കുഴച്ചെടുക്ക്. ഞാൻ ചന്തയിൽ പോയി മീൻ വല്ലതും മേടിച്ചുകൊണ്ട് വരാം, കുറുപ്പ് പറഞ്ഞു. മത്സ്യമല്ലാതെ അവർക്ക് വേറൊന്നും വില കൊടുത്ത് വാങ്ങേണ്ടി വരാറില്ല. പറമ്പിൽ തന്നെ ചേനയും ചേമ്പും കാച്ചിലും വാഴയും പയറും പടവലും ഒക്കെ ഉണ്ട്. അവനെന്തിനാ വല്ല നാട്ടിലും പോയി കിടന്ന് കഷ്ടപ്പെടുന്ന? ഇവിടെ ആണെങ്കിൽ സുഖമായി ജീവിക്കാനുള്ള വകയുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഓമനമ്മ ഹേമന്തിനെ കുറിച്ച് പറയാറുണ്ട്. തിന്നാനും കുടിക്കാനും മാത്രം ഉണ്ടായാൽ പോരല്ലോ. ഓമനെ, കയ്യിൽ കാശും വേണ്ടായോ? ജോലിയുണ്ടെങ്കിൽ മാസം തോറും നോട്ടുകൾ കിട്ടും. മകനെ കുറുപ്പ് അനുകൂലിച്ചു. അതെന്തിനാ അവൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത നാട്ടിൽ പോകുന്നേ? കുറഞ്ഞ ശമ്പളമാണേലും നാട്ടിൽ. കല്യാണം കഴിയട്ടെ, അവൻ പിന്നെ ദൂരെ അങ്ങും പോകത്തില്ല. പഴയ കമ്പനിയിൽ തന്നെ അവൻ ജോലിക്ക് കയറും. അവർ തമ്മിൽ വല്ല സൗന്ദര്യപ്പിണക്കോ ഉണ്ടായി കാണും. അതുകൊണ്ടാണ് അവൻ പിണങ്ങിപ്പോയത്, കുറുപ്പ് ആശ്വസിച്ചു. എനിക്കും അങ്ങനെ തോന്നുന്നേ. അവർക്കവനെ ഇനിയായാലും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് പ്രസാദ് സാറും ഭാര്യയും കൂടെ അന്നിവിടെ വന്നത്. ചന്തയിൽ പോകാൻ വേണ്ടി കരുണാകരക്കുറുപ്പ് വേഷം ധരിച്ച് വെളിയിലേക്ക് വന്നപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വരുന്നത് കണ്ടത്. ഓട്ടോ വന്ന് മുറ്റത്ത് നിന്നു. അപരിചിതരായ 2 യുവതികളാണ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയത്. രജനിയും ചേച്ചി സുജാതയുമായിരുന്നു അവർ. ഇതാണ് വീട്, ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. കുറുപ്പിന് 2 പേരെയും മനസ്സിലായില്ല. വെയിറ്റ് ചെയ്യണോ? ഡ്രൈവർ ചോദിച്ചു. വേണ്ട, ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. പോകാറാവുമ്പോൾ വിളിച്ചാൽ നിങ്ങൾ വരുമോ? സുജാത ചോദിച്ചു. ടൗണിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്ററോളം ഉള്ളിലായിരുന്നു കരുണാകരക്കുറുപ്പിൻ്റെ വീട്. ശരിക്കും നാട്ടിൻപുറം. ഓട്ടോക്കൂലി കൊടുത്തിട്ട് സുജാത ഡ്രൈവറുടെ മൊബൈൽ നമ്പർ വാങ്ങി. വണ്ടി അപ്പോൾ തന്നെ തിരിച്ചുപോയി. എല്ലാം കണ്ട് ഒന്നും മനസ്സിലാകാതെ വരാന്തയിൽ തന്നെ നിൽക്കുകയായിരുന്നു കുറുപ്പ്. രജനിയും സുജാതയും അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ 2 പേരെയും സൂക്ഷിച്ചൊന്ന് നോക്കി. ഈ നാട്ടുകാരല്ല. വേഷത്തിൽ കുറച്ച് പരിഷ്കാരമൊക്കെയുണ്ട്. മുഖച്ഛായ കണ്ടിട്ട് ചേച്ചിയും അനിയത്തിയുമാണെന്ന് തോന്നുന്നു. ഹേമന്തിൻ്റെ വീടല്ലേ ഇത്? സുജാത ചോദിച്ചു. അതെ. ആരാ? മനസ്സിലായില്ലല്ലോ, കുറുപ്പ് ചോദിച്ചു. എൻ്റെ പേര് സുജാത. ഇതെൻ്റെ അനിയത്തി രജനി. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരികയാണ്, സുജാത പരിചയപ്പെടുത്തി. ഹേമന്തിനെ അറിയാമോ? നല്ലപോലെ അറിയാം. എനിക്കല്ല, എൻ്റെ അനിയത്തിക്ക്. ഓ, അവൾ പറഞ്ഞത് കുറുപ്പിനെ അത്ര രസിച്ചില്ല. കല്യാണം തീരുമാനിച്ച ചെറുക്കനാണ്. ഈ സമയത്ത് 2 പെണ്ണുങ്ങൾ വന്ന് അവൻ്റെ പരിചയക്കാരികളാണെന്ന് പറഞ്ഞാൽ? ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരൊക്കെ അതറിഞ്ഞെന്ന് വരും. കുറുപ്പിൻ്റെ മുഖത്തെ സംശയഭാവം കണ്ടപ്പോൾ സുജാത പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ വന്നത്? എന്നിട്ടും വിശ്വാസം വരാതെ കുറുപ്പ് ചോദിച്ചു. ഇവിടെ സ്ത്രീകളാരുമില്ലേ? ഹേമന്തിൻ്റെ അമ്മയുണ്ട്. എന്നാലൊന്ന് വിളിക്കേ. അമ്മമാർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകൂ. സംസാരിച്ചത് മുഴുവൻ സുജാതയാണ്. രജനി നിശബ്ദയായി നിന്നതേയുള്ളൂ. ഓമനെ, കുറുപ്പ് നീട്ടി വിളിച്ചു. ഉച്ചയൂണിന് അടുപ്പത്തെ കരി അഴുകി ഇടുകയായിരുന്നു ഓമന. മേൽച്ചുട്ടിൽ നനഞ്ഞ കൈകൾ തുളച്ചിട്ട് അവൾ മുൻവശത്തേക്ക് വന്നു. സുജാതയെയും രജനിയെയും കണ്ട് അവർ ഒന്ന് പകച്ചു. ഹേമന്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ വന്നതാണമ്മേ ഞങ്ങൾ. അകത്തേക്ക് വരണോ അതോ? കയറി വാ കുട്ടികളെ, ഓമനയമ്മ പറഞ്ഞു. സുജാതയും രജനിയും വരാന്തയിലേക്ക് കയറി. ഒരു പരിചയവുമില്ലാത്ത 2 പെണ്ണുങ്ങളെ വീട്ടിലേക്ക് കയറ്റുന്നതിനോട് അപ്പോഴും യോജിപ്പില്ലായിരുന്നു കുറുപ്പിന്. ഹേമന്തിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ മക്കളെ? ഓമനമ്മ ചോദിച്ചു. എൻ്റെ അനിയത്തി രജനിയുമായി ഹേമന്ത് കഴിഞ്ഞ 1 വർഷത്തിലധികമായി സ്നേഹത്തിലായിരുന്നു.
കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തതാണ്. പക്ഷെ ഒരു ദിവസം ആരോടും ഒന്നും പറയാതെ ഹേമന്ത് മുങ്ങി. കരുണാകരക്കുറുപ്പും ഓമനയമ്മയും ഞെട്ടി. അച്ഛനും അമ്മയ്ക്കും ഇത് പുതിയ അറിവായിരിക്കും. ഇവളെ മാത്രമല്ല വേറെ പല പെൺപിള്ളേരെയും മോൻ ഇങ്ങനെ വഞ്ചിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. കുറുപ്പിന് ദേഷ്യം വന്നു. ഹേമന്തിനെക്കുറിച്ച് സുജാത പറഞ്ഞ കാര്യങ്ങൾ അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനെക്കുറിച്ച് അനാവശ്യം പറയരുത്. എൻ്റെ മോൻ അത്രക്കാരനല്ല. ഇക്കാലത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും അവനെപ്പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടത്തില്ല. സുജാത ഒന്ന് ചിരിച്ചു. ആ മൊബൈൽ ഇങ്ങോട്ട് തന്നേടി. സുജാത കൈനീട്ടി. ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് രജനി അവൾക്ക് കൊടുത്തു. ഹേമന്തിൻ്റെ അച്ഛൻ ഇതൊന്ന് നോക്കിക്കേ. സ്വന്തം മോൻ തന്നെയാണോ അതോ വേറെ വല്ലവരുമാണോന്ന്? മൊബൈലിൻ്റെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ആൽബത്തിൽ നിന്നെടുത്ത് കുറുപ്പിനെയും ഓമനയമ്മയെയും അവൾ കാണിച്ചു. 10 15 ഫോട്ടോകൾ. രണ്ടിലും ഹേമന്തും രജനിയും മാത്രം. ഒന്നിച്ചു നിൽക്കുന്നതും ചേർന്ന് നിൽക്കുന്നതും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും എല്ലാം കണ്ട് കുറുപ്പും ഓമനയും പകച്ചുപോയി. ഇതിൽ കൂടുതൽ തെളിവ് വല്ലതും വേണോ? സുജാത ചോദിച്ചു. ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. അവനൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, കുറുപ്പ് അറിയിച്ചു. ഹേമന്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാനും അമ്മയും ഇല്ലാത്തപ്പോൾ. ഇവളെ കണ്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല പ്രധാന കാര്യം. ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഹേമന്ത് നാടുവിട്ടത്. കുറുപ്പും ഓമനയമ്മയും ഞെട്ടിപ്പോയി. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കമ്പനിയുമായി പിണങ്ങിപ്പോയി ജോലി രാജിവെച്ച് പോയെന്നായിരിക്കും. അതൊന്നുമല്ല സത്യം. വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറയുമെന്ന് അറിയിച്ചപ്പോൾ മോൻ പേടിച്ച് സ്ഥലം വിട്ടതാണ്. ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ലായിരുന്നു മോളെ, ഓമനമ്മ ഭയത്തോടെ പറഞ്ഞു. എറണാകുളത്തെ ഒരു ഷോപ്പിലാണ് ഇവൾക്ക് ജോലി. അവിടെ വരുമ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതും സ്നേഹിച്ചതും. ഇവൾ ഹേമന്തിനെ കണ്ണുമടച്ച് വിശ്വസിച്ചു. അതാ ഇവൾക്ക് പറ്റിയ തെറ്റ്. ആ വിശ്വാസം ഹേമന്ത് മുതലാക്കി. അതാണ് മോൻ ചെയ്ത ക്രൂരത. ഇനി പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? സുജാത ചോദിച്ചു. അവൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കുക മോളെ. ചതിക്കരുത്, ഞങ്ങളെ അപമാനിക്കരുത്. ഞങ്ങൾ മോളുടെ കാല് പിടിക്കാം, ഓമനയമ്മ നിറക്കണ്ണുകളോടെ പറഞ്ഞു. മോൻ ചെയ്ത കുറ്റത്തിന് അമ്മയും അച്ഛനുമല്ല ശിക്ഷ അനുഭവിക്കേണ്ടത്. ഇന്ന് തന്നെ മോനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കല്യാണം നടക്കത്തില്ല. ഇവിടെയും കൊണ്ട് ഞാൻ കല്യാണ മണ്ഡപത്തിൽ വരും. കുറുപ്പും ഓമനയമ്മയും തുടങ്ങി. ഹേമന്തിനോട് ഞാനെന്ത് പറയണം? എത്രയും വേഗം എറണാകുളത്ത് വന്ന് ഞങ്ങളെ കാണാൻ പറയൂ, ഞങ്ങൾ സംസാരിക്കാം. പക്ഷേ മോളെ, ഒരു കാരണവശാലും ഇപ്പോൾ തീരുമാനിച്ച കല്യാണം മുടങ്ങരുത്. കാരണം ഞങ്ങൾ പലരെയും കല്യാണ നിശ്ചയത്തിന് ക്ഷണിച്ചു കഴിഞ്ഞു. തന്നെയുമല്ല, പെണ്ണുവീട്ടുകാർ അവർക്ക് താങ്ങാനും പറ്റില്ല, കുറുപ്പ് അപേക്ഷിച്ചു. ഞങ്ങൾ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ ഞങ്ങൾ ഈ കല്യാണത്തിന് തടസ്സമുണ്ടാക്കത്തില്ല. ഇവളുടെ കാര്യത്തിന് ഒരു പോംവഴി കാണണമല്ലോ. അതിന് കുറച്ച് കാശ് ചിലവ് വരും, സുജാത പറഞ്ഞു. അത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ഇരിക്കേ മക്കളെ, ചായ കുടിച്ചിട്ട് സംസാരിക്കാം, കുറുപ്പ് പറഞ്ഞു. ചായയൊന്നും വേണ്ട, ഞങ്ങൾ പോവാണ്. എത്രയും വേഗം എറണാകുളത്ത് എത്തണം. സുജാത ഉടൻ തന്നെ ഓട്ടോക്കാരനെ വിളിച്ചു. അയാൾ വേഗം വന്നു. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഓട്ടോയിൽ കയറി സുജാതയും രജനിയും യാത്രയായി. കുറുപ്പും ഓമനയമ്മയും പരസ്പരം നോക്കി. അവർ പറഞ്ഞത് സത്യമായിരിക്കുമോടി? ആ പെണ്ണിനെ കണ്ടിട്ട് ഗർഭിണിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഓമനയമ്മ പറഞ്ഞു. പക്ഷേ ആ ഫോട്ടോ. എന്തായാലും അവനെ വിളിച്ച കാര്യം പറ. അവൻ വരട്ടെ, കുറുപ്പൊന്ന് നെടുവീർപ്പിട്ടു. രജനി എക്സലൻ്റ് ഇലക്ട്രോണിക്സ് ഡീലറുടെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് അവളുടെ മൊബൈലിൽ കവിതയുടെ കോൾ വന്നത്. ഹലോ മാഡം. അവൾ ഫോൺ എടുത്തു. എന്തായി കാര്യങ്ങൾ? അവൻ്റെ വല്ല വിവരവും ഉണ്ടോ? ഇല്ല മാഡം, ഇന്നലെയല്ലേ ഞങ്ങൾ അയാളുടെ വീട്ടിൽ പോയത്. ഇന്നലെ തന്നെ മോനെ വിളിച്ച് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. അവൻ ഇതുവരെ രജനിയെ വിളിച്ചില്ലേ? ഇല്ല. അവനെ വിളിച്ച് അവർ ഇതൊക്കെ പറഞ്ഞു കാണുമോ എന്നാണ് എൻ്റെ സംശയം. പറയാതിരിക്കുമോ? മോൻ്റെ കല്യാണം മുടങ്ങുമെന്ന് അവർക്ക് പേടി കാണും. ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ തന്നെ കവിതയെ വിളിച്ച് ഹേമന്തിൻ്റെ വീട്ടിൽ പോയ കാര്യം രജനി അറിയിച്ചിരുന്നു. നമുക്ക് 2-3 ദിവസം കൂടി നോക്കാം അല്ലേ? കവിത ചോദിച്ചു. അതെ, കല്യാണ നിശ്ചയത്തിന് ഇനി ഒരാഴ്ചയേറെ സമയമുണ്ടല്ലോ. അതിനുള്ളിൽ ഒന്നും നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം മാഡം. ശരി രജനി, എന്തിനും ഞാൻ നിന്നോടൊപ്പമുണ്ട്. വയ്ക്കട്ടെ. ശരി മാഡം. രജനി കോൾ കട്ട് ചെയ്തിട്ട് അല്പനേരം ഇരുന്നു. പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് പാൻസും ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് ഹേമന്തായിരുന്നു. കഥ തുടരും.